Hi friends, welcome to Chully videos. ഇന്ന് നമ്മൾ ഇവിടെ ചെമ്പരത്തി പൂ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെൽത്തി ചായയാണ് തയ്യാറാക്കുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പ്രത്യേകിച്ച് വൈറ്റമിൻ സിയുടെ കണ്ടന്റ് ഒരുപാടുള്ള ചെമ്പരത്തിയുടെ പൂ ഉപയോഗിച്ചുള്ള ചായ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും വണ്ണം കുറയാനും ദഹനത്തിനൊക്കെ വളരെ സഹായകമാണ്. അതുപോലെ തന്നെ ഹൈ ബിപി ഉള്ളവർക്കും തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണിത്. പിന്നെ പെൺകുട്ടികൾക്ക് പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്ന വയറുവേദനയ്ക്കും വളരെ ആശ്വാസം ഉണ്ടാവും. അതുപോലെ സ്കിന്നിൻ്റെ സൗന്ദര്യം നിലനിർത്താനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണെങ്കിലും ചില ദോഷവശങ്ങൾ കൂടി ഇതിനുണ്ട്. ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവരുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചായ ഉണ്ടാക്കിയതിന് ശേഷം പറയാം. അപ്പോൾ നമുക്ക് ചായ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ചായക്കുള്ള അളവുകളാണ് കാണിക്കുന്നത്. ഈ ചായ നമുക്ക് ചൂടോടെയും തണുപ്പിച്ച് ഉപയോഗിക്കാം. ഞാനിവിടെ തണുപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ നാടൻ ചെമ്പരത്തിപ്പൂ 5 ഇതളുള്ള നാടൻ ചെമ്പരത്തിപ്പൂവാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു 3 ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രം അടർത്തിയെടുക്കാം. ഞാനൊരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനതിലേക്ക് ഒരു കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്. അത് ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിന് പകരം ചുക്കായാലും ഉപയോഗിക്കാം. ഞാൻ ചതച്ചിട്ടാണ് ഇഞ്ചി ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുക്കാം. കുറച്ച് തുളസിയിലയും കൂടെ ചേർത്ത് കൊടുക്കും. ഇതൊന്ന് നന്നായി ഇളക്കിയ ശേഷം ഒരു 15 മിനിറ്റ് അടച്ചു വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് കപ്പിലേക്ക് മാറ്റാം. ഇതിലേക്ക് 2 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി നീരും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തണുത്ത വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ 2 ചായക്കുള്ള പൂക്കളാണ് തിളപ്പിച്ചിരിക്കുന്നത്. മധുരത്തിന് വേണ്ടിയാണ് നമ്മൾ തേൻ ചേർക്കുന്നത്. പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം, പക്ഷെ മധുരം ഇല്ലാതെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഡെയിലി 2 ഗ്ലാസ് ചെയ്ത് ഉപയോഗിക്കാം. ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ നമുക്ക് ഉണക്കിയെടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ ഇതുപോലെ ചായ ഇടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. BP കുറയാൻ സഹായിക്കുന്ന ഡ്രിങ്കാണിത്. അപ്പോൾ ലോ BP ഉള്ളവരൊന്നും ഇത് ഉപയോഗിക്കരുത്. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും ബ്രസ്റ്റ് ഫീഡിങ് ഉള്ളവരൊന്നും ഉപയോഗിക്കരുത്. ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് ഇത് കൊടുക്കേണ്ട. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ചെമ്പരത്തി ചായ. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്